ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി തുടങ്ങിയവരെന്ന് കൈപൊക്കിക്കേ. വളരെ ആത്മാർത്ഥമായിട്ട് ഈ ക്രിസ്മസ്, അടുത്ത ക്രിസ്മസ് നമുക്കുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, ഈ ക്രിസ്മസ് ഉണ്ടോയെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ തോന്നുന്നു, നമ്മളങ്ങനെ കരുതുന്നു നമുക്ക് ഈ ക്രിസ്മസ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങി തുടങ്ങിയവരെന്ന് കൈപൊക്കിക്കേ. ഇവിടെ നിന്ന് ഇടയ്ക്കുന്നൊന്നും കൈയൊന്നും ഇല്ല. നോമ്പൊക്കെ നോക്കുന്നവർ, നോമ്പൊക്കെ നോക്കുന്നുണ്ടോ? ഓക്കെ, അതെ, ഒത്തിരി പേരുണ്ട് നോമ്പൊക്കെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഞാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിത നവീകരണമാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് പാപങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയിട്ടില്ലേ? ഉണ്ടോ? ഇതെല്ലാം എവിടെയാണ് പരിഹരിക്കാൻ പോകുന്നത്? ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നിട്ടേ പരിഹരിക്കുന്നുള്ളെന്ന് തീരുമാനം എടുത്താൽ മതിയോ? പോരാ. അവിടെ ചെല്ലാനിട വരുന്നതിന് മുൻപ് തന്നെ നമുക്കിതിനെല്ലാം ഒരു നമ്മളെ പറ്റുന്നത് പോലെ നല്ല കുമ്പസാരം നടത്തുക, ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കുക, പരിഹാരം ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ആത്മീയ വളർച്ചയുണ്ടാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞെങ്കിൽ ഞാനൊന്നും കൂടെ പറയാമെന്നിങ്ങനെ ആത്മാവ് തോന്നിക്കുകയാണ്. ഞാൻ 2 മാസം മുൻപ് എൻ്റെ വാർഷിക ധ്യാനത്തിന് പോയി. നമ്മളൊക്കെ ഒരു വർഷത്തിലൊരു വാർഷിക ധ്യാനം നടത്താറുണ്ടല്ലോ. അങ്ങനെ ഞാൻ വാർഷിക ധ്യാനത്തിന് പോയ അവസരത്തിൽ ഞാൻ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു നല്ല കുമ്പസാരത്തിന് പോയി. കുമ്പസാരം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഇപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? കുമ്പസാരം കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ എനിക്കെൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് കാണാനൊരാഗ്രഹം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, എനിക്കത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാമോ? എൻ്റെ ആത്മാവ് ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് ഉള്ളത്, എന്താണ് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, വചനത്തിലൂടെ വെളിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ വചനം ഇതാണ്. മിക്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പറഞ്ഞേ, മിക്ക 7:8 എന്താണെന്ന് നോക്കാം. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കണ്ട. ഹല്ലേലൂയ. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. കണ്ടോ, എനിക്ക് എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ തോന്നി. അത്രമാത്രം സന്തോഷകരമായ ഒരു വചനമാണ്. ഒന്ന് വലത്തേറെ ഉയർത്തി പറഞ്ഞേ, എൻ്റെ ശത്രുക്കളെ. ആരായി ശത്രു? എൻ്റെ ശത്രു ആരാ? 3 ശത്രുക്കളുണ്ട് നമുക്ക്. അതാരാന്നറിയാവോ? 1 ലോകം, 2 പിശാച്, 3 ശരീരം. അപ്പോൾ ഇത് 3 ശത്രുക്കളാണ്. ഒരാത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ശത്രുക്കളുണ്ട് അവന്. ആത്മീയ അല്ലാത്തവർക്ക് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പം, പക്ഷേ ആത്മീയരായ നമ്മുടെ 3 ശത്രുക്കൾ എന്ന് പറയുന്ന ഈ 3 കൂട്ടരാണ്. ആരൊക്കെയാണ്? ലോകം, പിശാച്, ശരീരം. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, കൈതാത്തിട്ട്, എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട. അതായത് ഞാൻ പാപം ചെയ്തപ്പോഴെല്ലാം ആരാഹ്ലാദിച്ചു? ആര് സന്തോഷിച്ചു? എൻ്റെ ശത്രുക്കൾ സന്തോഷിച്ചു. ഞാൻ ചെയ്ത ഓരോ പാപത്തിലൂടെയും ഞാൻ ആരുടെ പക്ഷക്കാരനായി തീർന്നു? പിശാചിൻ്റെ പക്ഷക്കാരനായി തീർന്നു. അപ്പോൾ പിശാച് എന്നെ ഓർത്ത് സന്തോഷിച്ചു. പക്ഷെ ഞാൻ പാപം ചെയ്തിട്ട് എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുദപിച്ചപ്പോൾ, ഞാനൊരു നല്ല കുമ്പസാരത്തിനണഞ്ഞപ്പോൾ, ആ കുമ്പസാരത്തിലൂടെ എനിക്ക് കിട്ടിയ രക്ഷ, എനിക്ക് കിട്ടിയ അനുഗ്രഹം, എനിക്ക് കിട്ടിയ വിടുതൽ, അതാണ് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കണ്ട. 1:30 സമയമില്ല. എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ എപ്പോഴെല്ലാം ചെറിയ ചെറിയ പാപത്തിൽ വീഴാൻ ഇടവരുന്നുണ്ടോ, ആ വീഴ്ചയിൽ ഞാൻ കിടക്കാതിരുന്നാൽ മതി, ആ പാപത്തിൽ ഞാൻ തുടരാതിരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. എങ്ങനെയെങ്കിലും മാനുഷികമായ രീതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബലഹീനതകളും പാപങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ എന്ത് ചെയ്യരുത്? ആ അവസ്ഥയിൽ പാപത്തിൽ ഞാൻ തുടരരുത്, ഞാൻ അനുദപിക്കണം. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും, ഇരുട്ടെന്ന് പറയുന്നത് എന്താണ്? ഇരുട്ടെന്താണ്? ഇരുട്ട് പാപത്തിൻ്റെ അവസ്ഥയിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമാണ്, കർത്താവ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഒത്തിരി സന്തോഷകരമായ ഒരു വചനമാണിത്. ഒത്തിരി പ്രതീക്ഷ തരുന്നൊരു വചനമാണിത്. ഇത് നമുക്കറിയത്തില്ലെങ്കിൽ, ഈ വചനം നമുക്കറിയത്തില്ലെങ്കിൽ നമ്മുടെ ശത്രുവിനറിയാം. ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ടാണ് നമ്മളൊരു നല്ല കുമ്പസാരത്തിന് അണയരുത് എന്നത് ആരുടെ നിയോഗമാണ്? പിശാചിൻ്റെ നിയോഗമാണ്. നമ്മൾ നന്നായി കുമ്പസാരിക്കരുത്, നമ്മൾ അനുദപിക്കരുത്, നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് പെടഞ്ഞെഴുന്നേൽക്കരുത്, നമ്മൾ നമ്മുടെ ബലഹീനതകളെ ഉപേക്ഷിക്കാൻ ഇടവരരുത്. ഇതാരുടെ നിയോഗമാണ്? പിശാചിൻ്റെ നിയോഗമാണ്. അപ്പം ഈ പിശാചിനെ തോൽപ്പിക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മേലുള്ള പിശാചിൻ്റെ വിജയം എന്ന് പറയുന്നത്, നമ്മുടെ മേലുള്ള പിശാചിൻ്റെ ആ അടിമത്തം എന്ന് പറയുന്നത് ഒരു കുമ്പസാരക്കൂട് വരേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഈ വചനം എനിക്ക് തരുന്നത്. മകളെ, നീ അനുദപിച്ച് കുമ്പസാരിച്ചപ്പോൾ നിന്റെ ശത്രുവിനെ നീ തോൽപ്പിച്ചു. അവനെതിരെയുള്ള, നിന്റെ ശത്രുവിനെതിരെയുള്ള ഏറ്റവും ശക്തമായ, നിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പിശാചിൻ്റെ, നിന്റെ ശത്രുവായ പിശാചിൻ്റെ എല്ലാ ആയുധങ്ങളെയും തകർക്കുന്ന ഒരു വലിയ ആയുധമാണ് കുമ്പസാരം എന്ന ആ വലിയ ആയുധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കുമ്പസാരത്തിനാണെയുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു വൈദികരുടെ അടുത്ത് ഒരു 500 രൂപ എടുത്ത് കൊടുക്കണോ? അച്ഛാ, എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാവോ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു 1000 രൂപ എടുത്ത് കൊടുത്താലോ ഒരു 500 രൂപ എടുത്ത് കൊടുത്താലോ നമ്മളെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണോ ഒരു വൈദികൻ നമ്മളെ കുമ്പസാരിപ്പിക്കുന്നത്? അല്ല. എങ്കിൽ പോലും നമുക്കൊരു ചെലവുമില്ലാതെ തന്നെ ദൈവ സൗജന്യമായിട്ട് ഈ രക്ഷ, ഈ പാവമോചനം, പിശാചിൻ്റെ അടിമത്തിൽ നിന്നുള്ള ഈ വിമോചനം ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനെ സമൃദ്ധമായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി ഇങ്ങനെ തരുമ്പോഴും ആ ഒരു വേദിയിലേക്ക്, ഒരു കുമ്പസാരക്കൂടിൻ്റെ സമീപത്തേക്ക് എത്താൻ കഴിയാതെ മാറി മാറി നടക്കുന്നത്, ആ കുമ്പസാരത്തിൽ നിന്ന് അകന്നകന്ന് നടക്കുന്നത്, ഇപ്പോൾ എനിക്ക് കുമ്പസാരിക്കാറായിട്ടില്ല, ഇപ്പോൾ എനിക്ക് പാവമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ പാവത്തെയൊക്കെ ഒന്ന് മൂടിവെച്ച് അതിനെയൊക്കെ ഒന്ന് ന്യായീകരിച്ച് മാക്സിമം അതിൻ്റെ സുഖത്തിലൊക്കെ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ആ പ്രവണത, അത് പൈശാചികമാണ്, അത് തിന്മയിൽ നിന്ന് വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് പ്രഖ്യാപിക്കാം. എന്താണ്? എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട. ഞാൻ എപ്പോൾ വരെയാണ് ഒരു കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി എൻ്റെ പാവങ്ങൾ ഏറ്റു പറയുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് സാത്താൻ്റെ എല്ലാ അടിമത്വവും ദൈവം തകർക്കുവാണ്. എൻ്റെ മേലുള്ള സാത്താനിട്ട് എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിയുവാണ് ഈ കുമ്പസാരത്തിലൂടെ. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്വതന്ത്രരാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വലിയ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഇതില്ലാതെ ഒരിക്കലും നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല. വലത്തുകരം ഉയർത്തി ഒരിക്കൽ കൂടെ ആ വചനം പറയാം. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ഞാൻ എത്ര വലിയ ബലഹീനനാണേലും അശക്തനാണേലും കുറവുകളുണ്ടെങ്കിലും വലിയ പാപത്തിന്മകൾക്കൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുകയാണ്, നമ്മളോട് തമ്പുരാൻ പറയുകയാണ്, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ കൈപൊക്കി, ഒത്തിരി പേരും കൈപൊക്കി നോമ്പെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ നോമ്പൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെതായ എല്ലാ ആസക്തികളോടും പറഞ്ഞ് നോമ്പൊക്കെ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ആത്മീയ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ട്, വലിയ കൃപകൾ നമുക്ക് നേടിത്തരുന്നുണ്ട്. കരങ്ങൾ കുപ്പിപ്പിടിച്ചിട്ട് ഇനി ആരെങ്കിലും അതിനൊക്കെ ധൈര്യപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാനും ഈ ഇറച്ചിയോടും മീനിനോടും മാംസത്തോടും എല്ലാം നമ്മുടെ ജഡം ആഗ്രഹിക്കുന്ന എല്ലാറ്റിനോടും പറഞ്ഞിട്ട് ആത്മാവിൽ പുഷ്ടി പ്രാപിക്കാൻ, പുണ്യം പുഷ്പിക്കുന്ന കാലമായിട്ട് ഈ നോമ്പ് കാലം എനിക്ക് മാറാൻ, എൻ്റെ ഹൃദയത്തിലേക്ക് പിറക്കുന്ന ആ ഉണ്ണീശോയ്ക്ക് വേണ്ടിയിട്ട്
നമുക്ക് ചെയ്യാവുന്നത്? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, ലോകത്തിൻ്റെ മുഴുവൻ തിന്മകൾക്ക് പരിഹാരമായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ നല്ല നല്ല കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ട് അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയാലല്ലാതെ, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്താലല്ലാതെ നമ്മുടെ സ്വയം തീരുമാനങ്ങൾ കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ ഒട്ടും ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം.